തൊഴിലാളിയുടെ മകളെ വിവാഹം കഴിക്കാൻ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ ശരവണ ഭവൻ ഹോട്ടൽ ശൃംഖലയുടെ ഉടമ പി രാജഗോപാലിന് ഇന്നലെയാണ് സുപ്രീം കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. നേരത്തെ മദ്രാസ് ഹൈക്കോടതി നൽകിയ വിധി സുപ്രീം കോടതി ശരിവച്ചു. ജസ്റ്റിസ് NV രമണ്ണയുടെ ബെഞ്ചാണ് ഭവൻ ഉടമ പി രാജഗോപാലിന്റെ ഹർജി തള്ളി ശിക്ഷ ശരിവച്ചത്. രാജഗോപാലിന് പുറമെ മറ്റ് 5 പേർക്കെതിരെയും ശിക്ഷ ചുമത്തിയിട്ടുണ്ട്. പ്രതികൾ എല്ലാം കുറ്റത്തിൽ പങ്കാളികളാണെന്ന് കോടതി കണ്ടെത്തി. നേരത്തെ സെഷൻ കോടതി 10 കൊല്ലം കടഞ്ഞു തടവാണ് രാജഗോപാലിനും മറ്റുള്ളവർക്കും വിധിച്ചതെങ്കിൽ മദ്രാസ് ഹൈക്കോടതി അത് ജീവപര്യന്തം തടവായി വിധിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ മദ്രാസ് ഹൈക്കോടതി നൽകിയ വിധി സുപ്രീം കോടതി ശരിവയ്ക്കുകയായിരുന്നു. ജൂലൈ 7-ന് മുമ്പ് രാജഗോപാൽ കീഴടങ്ങണം എന്ന് സുപ്രീം കോടതി വിധിക്കുകയും ചെയ്തു. രാജഗോപാൽ ജീവപര്യന്തം അനുഭവിച്ചേ പറ്റൂ എന്ന സുപ്രീം കോടതി വിധി ജീവജ്യോതിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ്. അവർ പൊരുതി നേടിയ വിജയം. രാജഗോപാൽ കൊലക്കേസിലും ഒരു മകൻ മനുഷ്യക്കടത്ത് കേസിലും അകത്ത് കിടക്കുമ്പോൾ നാട്ടിൽ ശരവണ ഭവൻ മാനമൂട്ടെ വളർന്നു. വലിയ സ്ഥാപനമായി. അച്ഛനും മകനും ജയിലിലെ ഗോതമ്പുണ്ട തിന്നാൻ വിധിക്കപ്പെട്ടപ്പോൾ നാട്ടുകാർ ശരവണ ഭവനിൽ സ്വാദുള്ള മസാലദോശ കഴിച്ചു. 2 തവണ വിവാഹിതനായ രാജഗോപാൽ എന്ന അണ്ണാച്ചിക്ക് ജീവനക്കാരന്റെ മകളെ വിവാഹം ചെയ്യണമെന്ന മോഹം മനസ്സിൽ ഉദിച്ചതു മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതും ജ്യോതിഷിയുടെ ഉപദേശത്തിൽ നിന്നും ഉണ്ടായത്. 20 വയസ്സ് പ്രായമുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന തന്റെ വളർച്ചയെക്കുറിച്ച് ജ്യോതിഷി പറഞ്ഞപ്പോഴാണ് മൂന്നാമതൊരു വിവാഹത്തെക്കുറിച്ച് രാജഗോപാൽ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ജീവനക്കാരന്റെ അതിസുന്ദരിയായ മകൾ ജീവജ്യോതിയെ കെട്ടണം എന്ന തീരുമാനത്തിൽ അണ്ണാച്ചി എത്തിയത്. എന്നാൽ അണ്ണാച്ചിയുടെ വിവാഹാഭ്യർത്ഥന ജീവജ്യോതി നിരസിച്ചു. അന്നവൾ സ്കൂൾ വിദ്യാർത്ഥിനി. തന്റെ സഹോദരന്റെ ട്യൂഷൻ മാസ്റ്റർ പ്രിൻസ് ശാന്തകുമാറുമായി അവൾ പ്രേമത്തിലായിരുന്നു. രാജഗോപാലിന്റെ ശല്യം സഹിക്കാനാകാതെ അവർ ഇരുവരും ഒളിച്ചോടി. രാജഗോപാൽ വിട്ടില്ല. അവരെ പോയി കണ്ടു. പണവും സ്വർണവും വസ്ത്രങ്ങളും നൽകി പ്രലോഭിപ്പിച്ചു. എന്നാൽ അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ പോയില്ല. വീണ്ടും അനുനയമായി അണ്ണാച്ചി അവർക്കരികിലേക്ക് പോയി. 1 ലക്ഷം രൂപ ചെറിയ കടയിടാൻ നവദമ്പതികൾക്ക് കൊടുത്തു. അവർ വാങ്ങി. പക്ഷേ ജീവജ്യോതി രാജഗോപാലിന്റെ ഭാര്യയാകാൻ മാത്രം തയ്യാറായില്ല. 2001 ആയപ്പോഴേക്കും രാജഗോപാലിന് പക വളർന്നു. ജീവജ്യോതിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് ശാന്തകുമാറിനെ ഭീഷണിപ്പെടുത്തി. ദമ്പതികൾ വീണ്ടും ഒളിച്ചോടി. രാജഗോപാലിന്റെ ഗുണ്ടകൾ അവരെ പിന്തുടർന്നു. ബ്രാഞ്ച് മാനേജർ ദാനിയൽ നയിച്ച 5 അംഗ സംഘം അവരെ പിടികൂടി. ഇരുവരെയും ശരവണ ഭവന്റെ വെയർ ഹൗസിൽ അടച്ചു. അവിടെ രാജഗോപാൽ ശാന്തകുമാറിനെ മർദ്ദിച്ചു. ജീവജ്യോതി അയാളുടെ കാലിൽ വീണ് കെഞ്ചി. നുണ പറഞ്ഞ് തടവിൽ നിന്ന് രക്ഷപ്പെട്ട അവരെ വീണ്ടും പിടികൂടി. ശാന്തകുമാറിനെ കൊല്ലാൻ രാജഗോപാൽ 5 ലക്ഷം രൂപ ദാനിയലിന് നൽകി. എന്നാൽ അതിൽ നിന്ന് 5000 രൂപ ശാന്തകുമാറിനെ നൽകി ബോംബെയിലേക്ക് രക്ഷപ്പെടാൻ ദാനിയൽ പറഞ്ഞു. എന്നാൽ ജീവജ്യോതി ശാന്തകുമാറിനെ മടക്കി വിളിക്കുകയായിരുന്നു. സമാധാനമായി ജീവിക്കാൻ രാജഗോപാലിന്റെ കാലു പിടിച്ച് യാചിക്കാമെന്ന് പറഞ്ഞു. ജീവജ്യോതിയും കുടുംബവും വീണ്ടും ശാന്തകുമാറിനെ രാജഗോപാലിന് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ദാനിയലിന്റെ ചതി വെളിപ്പെട്ടു. അവരെ എല്ലാവരെയും ദൂരെ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി അവരെ ബാധിച്ച ദുർഭൂതങ്ങളെ ഒഴിപ്പിക്കാൻ മന്ത്രവാദത്തിന് എന്നായിരുന്നു കാരണം പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് ദാനിയൽ ശാന്തകുമാറിനെ കാറിൽ കയറ്റി എവിടേക്കോ കൊണ്ടുപോയി. അങ്ങനെ 2001 ഒക്ടോബർ 3-ന് കൊടൈക്കനാലിൽ ശാന്തകുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. കഴുത്ത് ഞെരിച്ചുള്ള കൊലപാതകമായിരുന്നു ശാന്തകുമാറിൻ്റേത്. ശാന്തകുമാർ പണം വാങ്ങി മുങ്ങിയതാണെന്നാണ് ജീവജ്യോതിയെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം ജീവജ്യോതിയിൽ വിധവാപൂജ നടത്തിയത് അവളിൽ സംശയമുണ്ടാക്കി. അവൾ പോലീസിൽ പരാതി കൊടുത്തു. കൊടൈക്കനാലിലെ അജ്ഞാത ജഡം ആരുടേതെന്ന് പോലീസ് ഉടൻ തീർച്ചയാക്കുകയും ചെയ്തു. ദാനിയലും സംഘവും ആദ്യവും രാജഗോപാൽ പിന്നീടും കീഴടങ്ങി. കോടതികൾ ശിക്ഷിച്ചെങ്കിലും ഏതാനും മാസങ്ങളിലെ ജയിൽ ജീവിതം കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി. ജയിലിൽ സ്വന്തം ഹോട്ടലിലെ ഭക്ഷണം കിട്ടാൻ മാസം 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിരുന്നതായി രാജഗോപാൽ തന്നെ പിന്നീട് പറയുകയും ചെയ്തു. ജീവജ്യോതിക്ക് 6 ലക്ഷം രൂപ കൊടുത്ത് കേസൊതുക്കാനായിരുന്നു ജാമ്യത്തിലിറങ്ങിയ ആദ്യ ശ്രമം. പിന്നെ തുക കൂട്ടി. പണവും ഭീഷണിയും അന്യായവുമെല്ലാം ഉണ്ടായി. ഒന്നിനും ജീവജ്യോതി വഴങ്ങിയില്ല. എന്തായാലും 18 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ജീവജ്യോതി തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്തു. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.